ഒരു സിൽക്കി കോട്ട സാരിയാണ്. ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സൈഡിലൊരു ക്രോഷ്യോ ലേസ് ഈ സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ ഫുള്ളായിട്ടും ഈ വർക്കാണ് വരിക. ഇതിൻ്റെ സൈഡ് ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്, അതുപോലെ ഇതിൻ്റെ കൂടെ ആപ്ലിക് വർക്ക്, സിൽക്കി കോട്ടയിൽ ആപ്ലിക് വർക്കിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സുമാണ് കാണിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. പല്ലു വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. സൈഡിൽ ആ ലേസ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണിത് ഫുള്ള് വരിക. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ടിൽ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നു, അതുപോലെ തിക്കായിട്ടുള്ള ബോർഡറും വരുന്നു. പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതേലും ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കേട്ടോ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. ഒരു വളരെ സോഫ്റ്റായിട്ടുള്ളൊരു കോട്ടണിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇതൊരു ഗ്രീന്, അതുപോലെ പീച്ച് അങ്ങനെയുള്ള ഷെയ്ഡിലാണ് നല്ല ഭംഗിയായിട്ട് ഈ വർക്ക് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2495 ആണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഏതിനും അതിന് കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട്, നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ വന്നിരിക്കുന്നു. ഇതുണ്ട് ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, അപ്പോൾ തന്നെ അറിയാം അത്ര പെർഫെക്ഷനിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സാരി എങ്ങനെ യൂസ് ചെയ്യുന്നതിലും പ്രോബ്ലം ഇല്ല. എന്നാന്ന് വെച്ചാൽ വാഷ് ചെയ്യണതിൽ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പം നല്ലൊരു മെറ്റീരിയലിലാണ്, സിൽക്കി കോട്ടയിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2495 ആണ്. ബോഡി പാർട്ടിൽ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു. അതുപോലെ ഈ വർക്ക് ഈ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ വരുന്നത്. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ എല്ലാ കളർ ടോണുകളും പേസ്റ്റൽ കളേഴ്സിലാട്ടോ വരുന്നത്. ഇപ്പോൾ ഏത് കളർ ടോണുള്ളവർക്കായാലും ഇത് ഇണങ്ങുന്ന ഒരു കളറിൽ തന്നെയാണ്. കാരണം നല്ലൊരു കളർ കിട്ടുന്ന കളറിലാണ് ഇതെല്ലാം വരുന്നത്. എല്ലാം പേസ്റ്റൽ കളേഴ്സാണ്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ ഇച്ചിരിയുടെ ഹൈലൈറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വരിക. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. റേറ്റ് 2495. ഇതും സിൽക്കി കോട്ടയിൽ തന്നെ ആപ്ലിക് വർക്കാണ് വരിക. ഇങ്ങനെയാണ് ഇതൊരു പീച്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരിക. സൈഡ് സ്കാലപ്പ് വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2679 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. അതുപോലെ സ്കാറ്റേഡായിട്ട് സെൽഫ്, അതായത് സ്പീച്ചിനേക്കാൾ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നു. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ട് ആ സെൽഫ് എംബ്രോയ്ഡറി വർക്കും ബോർഡറും കൂടെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതേലും ആപ്ലിക് വർക്കാണ്. അത് കഴിഞ്ഞിട്ട് ഈ പിസ്ത ഗ്രീൻ്റെ തന്നെ ഇച്ചിരി ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള ബുട്ടാസ് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇതാണ് ഈ ആപ്ലിക് വർക്ക് വരുന്നത്. സൈഡ് സ്കാലപ്പ് വർക്ക് വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് ഒരു സ്വല്പം കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. റേറ്റ് 2679. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ ആപ്ലിക് വർക്കാണ് വരിക. ഇങ്ങനെയാണ് ഈ ആപ്ലിക് വർക്ക് വരുന്നത്.
ഇത് കണ്ടോ, ഒരു കുറച്ച് ഈ പിങ്കിനേക്കാളും സ്വല്പം ഡാർക്ക് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്ക്, അതിൻ്റെ ഉള്ളിൽ ആപ്ലിക് വർക്ക്, അങ്ങനെയാണ് വരിക. ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നു. റേറ്റ് 2679 ആണ്. പിന്നെ ബ്ലൗസ് സ്വല്പം കോട്ടൺ മിക്സ് ചെയ്ത്, കോട്ടൺ ആണ് കേട്ടോ, അങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ആ ഡാർക്ക് ഷെയ്ഡിലുള്ള ബ്ലൗസ് ഇട്ടാലും നല്ല രസമായിരിക്കും. ഇങ്ങനെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ബുട്ടാസ് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും വരുന്നു. യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ ഈ ആപ്ലിക്കർക്കും കൂടെ വന്നപ്പോൾ ഇതിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാലോ ഇതിൻ്റെ ഭംഗി എന്തുമാത്രമാണ്. സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു വിത്ത് ബ്ലൗസ് പീസ് ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് തന്നെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും ആപ്ലിക് വർക്ക് തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരുന്നത്. സൈഡ് സ്കാലപ്പ് വർക്ക് വരുന്നു വിത്ത് ബ്ലൗസ് പീസ് ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യ ഒരു കളർ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്കും ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരുന്നതായിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇത് ഇങ്ങനെ ഒരു സ്വല്പം മാറ്റമുണ്ട് ബ്ലൗസ് പീസിലേക്ക് വരുമ്പോഴേക്കും ഈ മെറ്റീരിയൽ. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. രണ്ട് സൈഡിലും ബോർഡറായിട്ട് വരുന്നു. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു.